നമസ്കാരം കൂട്ടുകാരെ, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ അടുത്ത കാലത്ത് വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഷോർട്സ് ഡിലീറ്റ് ആകാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ്. മില്യൺസ് ഓഫ് വ്യൂസ് വന്നിട്ടുള്ള യൂട്യൂബ് ഷോർട്സ് പോലും ഡിലീറ്റായിട്ട് പോകുന്ന ഒരു പ്രോബ്ലം ഒരുപാട് അടുത്തിടെ യൂട്യൂബിൽ വരുന്നുണ്ട്. ഇപ്പോൾ അറിയാവുന്ന ഒരു യൂട്യൂബറിനെ അടുപ്പിച്ച് കുറേയധികം ഷോർട്സ് ഇങ്ങനെ ഡിലീറ്റ് ആയി പോയി എന്ന് അറിഞ്ഞു. വളരെ ഗൗരവമായിട്ടുള്ളൊരു വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നിങ്ങളൊരു ഷോർട്ട് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ സാധാരണ ഈ ഷോർട്സ് ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ വേഗം വ്യൂസ് ലഭിക്കാറുണ്ട്. അപ്പോൾ ഒരുപാട് വ്യൂസ് കിട്ടിയ വീഡിയോസ് വരെ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോഴേക്ക് പെട്ടെന്നൊരു ദിവസം അതവിടെ ഇല്ലാതെ വരുമ്പോൾ അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാകും യൂട്യൂബ്. ഈ ഒരു അവസ്ഥ ഷോർട്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് പേർക്ക് വരാറുണ്ട്. പെട്ടെന്ന് ഒരു ദിവസം അവരുടെ വളരെ കൂടിയ വ്യൂസൊക്കെ ഉള്ള ഷോർട്സ് അങ്ങനെ കാണാതെ പോകുമ്പോഴേക്കും അതിന് പിറകെ അവരെടുത്തിട്ടുള്ള അധ്വാനവും കഷ്ടപ്പാടുകളും ഒക്കെ ആലോചിച്ചിട്ട് സാധാരണ മനസ്സ് തകർന്നു പോകുന്ന ഒരു അവസ്ഥയാണ് കണ്ടിട്ടുള്ളത്. ചിലപ്പോൾ മിക്കവാറും യൂട്യൂബ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനത്തെ ഷോർട്സൊക്കെ ആദ്യം അൺലിസ്റ്റഡ് ആക്കി വയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒറിജിനലി അവരവർ തന്നെ ക്രിയേറ്റ് ചെയ്ത വീഡിയോസും വോയിസും ഒക്കെ ആണെങ്കിലും ഇങ്ങനെ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഈ പുറത്തുനിന്നുള്ള ഓഡിയോസൊക്കെ എടുക്കുമ്പോഴേക്കും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മളെടുക്കുന്ന ഓഡിയോ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ഒറിജിനൽ ക്രിയേറ്റർ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് അവരുടെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുമ്പോഴേക്കും അതിൽ നിന്നും ആരൊക്കെ ആ ഓഡിയോ എടുത്തിട്ടുണ്ടോ അവരുടെ എല്ലാ വീഡിയോസിനും ഷോർട്സിനും അത് ഡിലീറ്റായി പോവുകയും, അപ്പോൾ അങ്ങനെ വന്നിട്ട് യൂട്യൂബ് അത് മ്യൂട്ടാക്കി വയ്ക്കുകയോ അൺലിസ്റ്റഡ് ആക്കി വയ്ക്കുകയോ ചെയ്യുന്നതായിട്ടാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ സ്വന്തം വോയിസിൽ തന്നെ ഈ ഷോർട്സിന് വേണ്ടിയുള്ള ഇത് ചെയ്യുക, അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ സ്റ്റുഡിയോയിൽ നിന്നും വോയിസ് എടുക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നത്തിൽ നിന്നും കഴിയുന്നത് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നിങ്ങളുടെ മ്യൂസിക് അല്ലാതെ മറ്റുള്ളവരുടെ മ്യൂസിക് എടുത്തിട്ട് ഷോർട്സ് ചെയ്യുമ്പോൾ നല്ല വ്യൂസ് ലഭിച്ചാലും ഇല്ലെങ്കിലും ആ ഷോർട്സിന് വ്യൂസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ എപ്പോഴെങ്കിലും അതിൻ്റെ ഒറിജിനൽ ഓണർ അത് ആ വീഡിയോ ഡിലീറ്റ് ചെയ്താലും നമ്മൾക്കായിരിക്കും പണി കിട്ടുന്നത്. അപ്പോൾ ആ വീഡിയോ എടുത്തിട്ട് ആരൊക്കെ ചെയ്തോ അവർക്കൊക്കെ പണി കിട്ടും. പിന്നെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, പലരും ഇമെയിൽ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ആ മെയിലിൽ പറയുന്ന നിങ്ങളുടെ ഷോർട്സ് യൂട്യൂബ് അൺലിസ്റ്റഡ് ആക്കി വയ്ക്കും. 30 ദിവസത്തെ സമയം തരും. അതിനുള്ളിൽ പബ്ലിക്കിൽ നിന്ന് മാറ്റി നിങ്ങൾക്ക് അൺലിസ്റ്റഡ് ആക്കാം. ചാനൽ ചെക്ക് ചെയ്യുമ്പോൾ ഈ വീഡിയോ കാണാറുമില്ല. യൂട്യൂബ് ഷോർട്സ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ മാത്രമായിരിക്കും ഈ അൺലിസ്റ്റഡ് ആയിട്ട് കിടക്കുന്നത് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. പിന്നെ 30 ദിവസം കഴിഞ്ഞാൽ യൂട്യൂബും ആ ഷോർട്സ് നമ്മളുടെ ചാനലിൽ നിന്നും റിമൂവ് ചെയ്യും. അപ്പോൾ ഈ മെയിൽ യൂട്യൂബിൽ നിന്നും വരുമ്പോൾ അത് നിങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളത് എപ്പോഴും ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ യുവർ വീഡിയോ ഹാസ് ബീൻ മ്യൂട്ടഡ് എന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇമെയിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം ഇപ്പോൾ അടുത്തിടെ വളരെയധികം കാണുന്നുണ്ട്. ഒരുപാട് പേര് ഇതിനെക്കുറിച്ചിട്ട് സംശയം ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് അത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അടുത്തിടെ ഞാൻ കഴിയുന്നതും എല്ലാ ദിവസങ്ങളിലും വീഡിയോസും ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റും നിങ്ങൾക്ക് അറിയേണ്ട വിഷയങ്ങളുമൊക്കെ ഞാൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് വീഡിയോസ് കാണുന്നുണ്ട്. കാണാത്ത ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന നല്ല നല്ല ടോപ്പിക്സുമായിട്ടും ഇനിയും നമ്മൾക്ക് എന്നും കാണാം. അപ്പോൾ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യുന്ന സമയം എൻ്റെ ജോലി തിരക്കിൻ്റെ ഇടയിൽ പറയാൻ പറ്റില്ലെങ്കിലും എന്നും ഏതെങ്കിലും രാത്രിക്ക് മുമ്പ് എല്ലാ ദിവസവും ഞാൻ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നത് കാണാൻ വലിയ നന്ദിയും സന്തോഷവുമുണ്ട്. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായിട്ട് കാണാം. നിങ്ങളുടെയും വീഡിയോസ് ഞാൻ എത്ര സമയക്കുറവുണ്ടെങ്കിലും ഞാൻ മറക്കാതെ എല്ലാവരുടെയും വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഇനി ഇതുപോലെ വേറെ ഒരു പ്രധാനപ്പെട്ട വിഷയവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.